കൊടുങ്ങല്ലൂർ തലസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ നായനാർ. ഒരു ദിവസം അദ്ദേഹം ചന്ദ്രൻ രണ്ടായി പിളരുന്ന ഒരു സ്വപ്നം കണ്ടു. പണ്ഡിതന്മാർക്കൊന്നും ഈ ഒരു സ്വപ്നത്തിന് വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് ശ്രീലങ്കയിലെ സിലോണിലെ ആദമല സന്ദർശിക്കാൻ പോകുന്ന അറബ് വ്യാപാരികൾ ഈ പെരുമാൾ രാജാവിനെ കണ്ടുമുട്ടുന്നത്. തന്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ മുഹമ്മദ് എന്ന ഒരാളിനെ കഴിയുകയുള്ളൂന്നും അദ്ദേഹം അറേബ്യയിലാണെന്നും പറയുകയുണ്ടായി. ഇന്നും തിരിച്ചു വന്ന അറബികൾക്കൊപ്പം മക്കയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. താജുദ്ദീൻ എന്ന പേരും സ്വീകരിച്ചു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുന്നതിനിടെ ഒമാനിലെ സലാലയിൽ വെച്ച് രോഗബാധിതനായി. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മാലിക് ബിൻ ദിനാറിന്റെയും കൂട്ടാളികളുടെയും കയ്യിൽ കുറച്ച് കത്തുകൾ എഴുതി ഏൽപ്പിക്കുകയുണ്ടായി. ശേഷം അദ്ദേഹം സലാലയിൽ വെച്ച് നിര്യാതനായി. അങ്ങനെ മാലിക് ബിൻ ദിനാറും കൂട്ടാളികളും കൊടുങ്ങല്ലൂരിൽ എത്തി കത്തുകൾ കൈമാറി. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ മസ്ജിദ് കൊടുങ്ങല്ലൂരിൽ നിർമ്മിക്കപ്പെടുന്നത്, ചേരമാൻ മസ്ജിദ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു സ്ഥലം സലാല കൊച്ചു കേരളം ആകാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിരുന്നു കേരളത്തിൽ തന്നെ അന്ത്യം ഉറങ്ങണമെന്ന്. അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ